കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ABVP ഉപരോധമാണ് ഉണ്ടായത്. വൈസ് ചാൻസലറുടെ വീട്ടിലേക്കാണ് ABVP പ്രവർത്തകർ ഉപരോധം നടത്തിയത്. അരുൺ അമർനാഥ് അതിൻ്റെ വിവരങ്ങൾ നൽകും. അരുൺ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗത്തിനെത്തുന്നു. അതിൽ ഗവർണർ നിർദ്ദേശിച്ച നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ഈ യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ SFI തടഞ്ഞു നിർത്തുന്നു. മറ്റ് നോമിനികളൊക്കെ സുഖമായി കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പല വിധത്തിലാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇന്ന് ABVPയുടെ എന്ത് താല്പര്യത്തിലായിരുന്നു ഈ ഉപരോധവും പ്രതിഷേധവും ഒക്കെ? ദിവിഷ, ഈ SFI ചാൻസലർ പോരിന്റെ തുടർക്കഥ എന്ന് തന്നെ നമുക്ക് ഈ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഈ ABVPയുടെ ഒരാവശ്യം എന്ന് പറയുന്നത് ഇന്നലെ SFIക്കാരെ തടഞ്ഞതിൽ SFIക്കാർ ഈ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞത് രാഷ്ട്രീയപരമായാണെന്നുള്ളൊരു കാരണം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ABVPയുടെ ഒരു പ്രതിഷേധം ഇന്ന് കണ്ടത്. അതിൽ VCയുടെയും രജിസ്ട്രാറിന്റെയും ഒത്താശ ഉണ്ടായിരുന്നു എന്ന് ആരോപിച്ചുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു. ആദ്യം യൂണിവേഴ്സിറ്റിയിലെ VCയുടെ ഓഫീസിലേക്കായിരുന്നു ഈ സമരം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അത് VC ഉച്ചയൂണിന് പോയിരുന്ന സമയത്ത് VCയുടെ ബംഗ്ലാവിലേക്ക് ഈ സമരം മാറ്റുകയായിരുന്നു. അങ്ങനെ ഈ പോലീസ് ഇതിനു മുന്നിൽ വെച്ച് തന്നെ പ്രവർത്തകരെ തടയുകയുണ്ടായി. 16 ABVP പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 ABVP പ്രവർത്തകർ ഈ ബംഗ്ലാവിലേക്ക് 2-3 ABVP പ്രവർത്തകർ മതിൽ ചാടി കടക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഇവരെയും എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെട്ടെന്ന് തന്നെ പോലീസിന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഈ സെനറ്റ് അംഗങ്ങൾ എന്തായാലും ഈ ഒരു വിഷയം, ഈ ഒരു പോര് തുടരുക തന്നെയാണ്. ഈ സെനറ്റ് അംഗങ്ങൾ ഇവരെ പ്രവേശിപ്പിക്കാത്തതിൽ ചാൻസലർക്ക് ഗവർണർക്ക് എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. അതിൽ ഗവർണർ എന്തായാലും VCയോട് വിശദീകരണം തേടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതിനിടെയാണ് ABVPയുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടത്. ദിവിഷ.